നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്താ പറയുക, ഒരു പുതിയ തരം വിദ്യാഭ്യാസ സംരംഭത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിവ് അക്കാദമി കേട്ടിട്ടുണ്ടോ? ഒരു വ്യത്യസ്തമായ പേര് തന്നെ. അതെ, ഇതിന്റെ സ്ഥാപകൻ മോഹനകൃഷ്ണൻ. MTയുടെ ചില ആശയങ്ങള്, വീഡിയോ ബുക്കുകള്, ലേഖനങ്ങള് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ പാരമ്പര്യ അറിവായ യോഗയും പിന്നെ ഏറ്റവും പുതിയ ടെക്നോളജി AI, അതുപോലെ ജീവിത നൈപുണ്യങ്ങൾ, ഇവയെല്ലാം ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. രസകരമായിരിക്കുന്നു. അതെ, പഴയതും പുതിയതും, ഉള്ളിലെ കാര്യങ്ങളും പുറത്തെ ടെക്നോളജിയും, ഇതൊക്കെ എങ്ങനെയാണ് ഒന്നിപ്പിക്കുന്നത്? നമുക്ക് ആഴത്തിലൊന്ന് നോക്കാമല്ലേ? തീർച്ചയായും നോക്കാം. അപ്പോ ഈ കഴിവ് എന്ന ആശയം വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള വിദ്യാഭ്യാസ രീതിയിലെ ചില പോരായ്മകൾ കണ്ടിട്ടാണ്. ഈ കാണപ്പാഠം പഠിക്കൽ, പരീക്ഷയുടെ ടെൻഷൻ. ശരിയാണ്. തൊപ്പിരുടെ മാനസികാരോഗ്യം പോലും ഒരു വലിയ പ്രശ്നമായി വരുന്നൊരു കാലഘട്ടമാണല്ലോ ഇത്. ചില കണക്കുകളൊക്കെ അത് പറയുന്നുമുണ്ട്. അതെ, ആ ഒരു സാഹചര്യത്തിലാണ് മുൻ പട്ടാള ഉദ്യോഗസ്ഥൻ, യോഗാചാര്യൻ, UN പ്രവർത്തന പരിചയം, ഇങ്ങനെ ഒരു പശ്ചാത്തലമുള്ള മോഹനകൃഷ്ണൻ MTയുടെ ഈ കാഴ്ചപ്പാട് വരുന്നത്. തീർച്ചയായും വെറും പുസ്തക അറിവിനപ്പുറത്തേക്ക് പോകണം എന്ന ചിന്തയാണ് ഇതിന്റെ കാതൽ. ജീവിതത്തിന്റെ A to Z എന്നൊരു ചട്ടക്കൂട് തന്നെയുണ്ട് ഇതിന്. A to Z അതെന്താണ്? അതായത് സാധാരണ അക്ഷരമാലയല്ല, ജീവിതത്തിലെ ഒരു 30 പ്രധാന തത്വങ്ങളും മൂല്യങ്ങളുമാണ്. ഉദാഹരണത്തിന് A എന്നാൽ ആക്ഷൻ, B ബിലീഫ്, D ഡിസിപ്ലിൻ, H ഹെൽത്ത്. അങ്ങനെ വെറും അറിവല്ല, ഉൾക്കാഴ്ചയ്ക്കും പ്രായോഗിക പരിശീലനത്തിനുമാണ് ഊന്നൽ. പിന്നെ ഇത് നടപ്പാക്കുന്ന രീതിയും ശ്രദ്ധേയമാണ്. സർവേ സ്കിൽ സെർവ് എന്നൊരു രീതി. സർവേ സ്കിൽ സെർവ് അതെങ്ങനെയാണ്? ആദ്യം ചുറ്റുമുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയുക, പഠിക്കുക, അതാണ് സർവേ. പിന്നെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് നേടുക, സ്കിൽ. ഒടുവിൽ ആ കഴിവ് ഉപയോഗിച്ച് സമൂഹത്തിന് സേവനം ചെയ്യുക, സെർവ്. മനസ്സിലായി. ഭാഗ്യത്തെ പഴിക്കാതെ സ്വന്തം പ്രയത്നത്തിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു. അതെ, ഒപ്പം ഈ പെർഫോമൻസ് വർക്കിംഗ് സിസ്റ്റം എന്ന ആശയവും, അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വ ബോധം കൊണ്ടുവരിക. കൊള്ളാം. ഈ പ്രായോഗിക കാര്യങ്ങൾക്കൊപ്പം യോഗ എങ്ങനെയാണ് ഇത്ര പ്രധാനമായി വരുന്നത്? അതാണ് എനിക്കൊരു കൗതുകം തോന്നിയത്. വളരെ നല്ല ചോദ്യമാണ്. യോഗ ഇവിടെ വെറും ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല, മാനസികവും ശാരീരികവുമായ ഒരു ബാലൻസ്, പിന്നെ ഡിസിപ്ലിൻ. നമ്മൾ യോഗയിൽ തപസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏകാഗ്രത. അതുപോലെ ജീവിതത്തിലെ എല്ലാത്തിനെയും ഒരുപോലെ കാണാനുള്ള സമത്വ ഭാവന, ഇതിനൊക്കെ യോഗ ഒരു അടിത്തറ നൽകുന്നുണ്ട്. ചിട്ടപ്പെടുത്തൽ യോഗയിലൂടെ. മറുഭാഗത്ത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ AI. ഇത് രണ്ടും ഒരുമിച്ച് പോകുമോ? AI എന്താണ് ഇവിടെ ചെയ്യുന്നത്? അതാണ് ഈ മാതൃകയെ ശരിക്കും വേറിട്ട് നിർത്തുന്നത്. AI ഇവിടെ വെറും ഒരു ടൂൾ അല്ല, ഒരു ഒരു സഹായിയാണ്. സഹായി? അതെ. ഓരോ കുട്ടിയുടെയും പഠന രീതി വ്യത്യസ്തമായിരിക്കുമല്ലോ. അത് മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിൽ പാഠങ്ങൾ കൊടുക്കാൻ AI സഹായിക്കും. പേഴ്സണലൈസ്ഡ് ലേണിംഗ്. പിന്നെ യോഗാസനം ചെയ്യുമ്പോ അതിലെ തെറ്റുകുറ്റങ്ങൾ തിരുത്താൻ, ശ്വാസമെടുക്കുന്ന രീതി ട്രാക്ക് ചെയ്യാൻ, സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് സർവേ നടത്താൻ, എന്തിന് വീഡിയോ ബുക്ക് ഉണ്ടാക്കാൻ സഹായിക്കാൻ വരെ AI ഉപയോഗിക്കുന്നുണ്ട്. വീഡിയോ ബുക്കോ? അതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം. വരാം AI ഒരു ഗുരുവിന് പകരമാവുമോ? അതെ, അതൊരു പ്രധാന ആശങ്കയാണ്. ഉറവിടങ്ങൾ പറയുന്നത് AI ഒരിക്കലും ഒരു ഗുരുവിന് പകരമാവില്ല എന്നാണ്. അതൊരു സഹായം മാത്രമാണ്. വിവരങ്ങൾ നൽകാനും ഒരുപാട് പേരിലേക്ക് എത്താനും സഹായിക്കും. പക്ഷെ ആ ഒരു മാനുഷിക ബന്ധം, ഒരു പ്രചോദനം, അതിന് അധ്യാപകർ തന്നെ വേണം. ശരിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ വീഡിയോ ബുക്ക് രീതി, അതെന്താണ് സംഭവം? കുട്ടികൾ തന്നെ വീഡിയോ ഉണ്ടാക്കുന്നു എന്നോ? അതെ, അതും ഒരു പുതിയ രീതിയാണ്. അധ്യാപകർ ഒരു വിഷയത്തിൽ ഒരു ബേസിക് വീഡിയോ ബുക്ക് ഉണ്ടാക്കും. അത് കണ്ടിട്ട് കുട്ടികൾ ഗ്രോക്ക്, നോട്ട്ബുക്ക് എല്ലാം പോലെയുള്ള AI ടൂൾസിന്റെ സഹായത്തോടെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി സ്വന്തമായ ഒരു 5 മിനിറ്റ് വീഡിയോ ബുക്ക് ഉണ്ടാക്കും. കൊള്ളാം. എന്നിട്ടത് ക്ലാസ്സിലെ ചർച്ച ചെയ്യും, ഒരുമിച്ച് മെച്ചപ്പെടുത്തും. ഇത് കുട്ടികളിൽ സ്വയം ചോദ്യം ചോദിച്ചു ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശീലം വളർത്തും. സ്ഥാപകൻ തന്നെ ഇത് സ്വയം ഫോണിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്, അതും 61ാം വയസ്സില്. അപ്പൊ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് കാണിക്കാൻ കൂടിയാണ്. ഇത് കൊള്ളാമല്ലോ.
വ്യക്തിഗത കഴിവ്, സാമൂഹിക സേവനം, യോഗ, AI എല്ലാം കൂടെ ചേരുമ്പോ ഒരു വലിയ ക്യാൻവാസ് ആണെന്ന് തോന്നുന്നു. തീർച്ചയായും ഇതൊരു ചെറിയ പദ്ധതിയല്ല. വ്യക്തിയുടെ സമ്പൂർണ്ണ വളർച്ചയാണ് ലക്ഷ്യം. ശാരീരികം, മാനസികം, സാമൂഹികം എല്ലാം. എല്ലാ പ്രായക്കാർക്കും വേണ്ടിയാണോ? അതെ, കുട്ടികൾ, മുതിർന്നവർ, പ്രത്യേക പരിഗണന വേണ്ടവർ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പാക്കുന്നത്. പിന്നെ ഇതിന് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നഴ്സറി, മത്സ്യകൃഷി, റെസ്റ്റോറന്റ് പോലുള്ള സംരംഭങ്ങളും പ്ലാനിലുണ്ട്. ഉപയോഗിക്കാനും കഴിയുന്ന പൗരന്മാരെ സൃഷ്ടിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിലെ വിദ്യാഭ്യാസ രീതിയെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ മാറ്റമാണ് അവർ ലക്ഷ്യമിടുന്നത്. മനസ്സിലായി. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ കഴിവ് എന്നത് പാരമ്പര്യത്തെയും ടെക്നോളജിയെയും സമന്വയിപ്പിച്ച് വ്യക്തികളെയും സമൂഹത്തെയും ഒരുമിച്ച് ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന വളരെ ആലോചിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു വലിയ പദ്ധതിയാണ്. അതെ, വളരെ വലിയൊരു വിഷനാണ് അതിന് പിന്നിൽ. ഈ വലിയ ലക്ഷ്യം നടപ്പാക്കാൻ എല്ലാവരുടെയും സഹായവും പിന്തുണയും വേണമെന്ന് ഇതിന്റെ പിന്നിലുള്ളവർ പറയുന്നുണ്ട്. അതും ഈ സംരംഭത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. തീർച്ചയായും വലിയ സ്വപ്നങ്ങൾക്ക് കൂട്ടായ പ്രയത്നം ആവശ്യമാണല്ലോ. ഇത് നമ്മളെ ഒരു പ്രധാന ചിന്തയിലേക്ക് കൂടി കൊണ്ടുപോകുന്നുണ്ടല്ലേ? എന്താണത്? അതായത് ഉള്ളിലേക്ക് നോക്കുന്ന യോഗയും പുറത്തേക്ക് ഡാറ്റയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന AIയും പിന്നെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും. ഇവയെല്ലാം കൂടിച്ചേരുമ്പോ മനുഷ്യന്റെ കഴിവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എങ്ങനെ മാറും? അതൊരു നല്ല ചോദ്യമാണ്. ഇത് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവിനെ പുറത്തു കൊണ്ടുവരുമോ, അതോ നമ്മൾ അറിയാതെ ടെക്നോളജിയുടെ പുതിയ ചട്ടക്കൂടുകളിൽ ഒതുങ്ങിപ്പോകുമോ? ഇതൊക്കെ നമുക്ക് തുടർന്നും ആലോചിക്കാവുന്ന വിഷയങ്ങളാണ്.